Hello dear students, continuing with the chapter Quantum Chemistry. Today we'll be dealing with angular momentum operator. അപ്പോൾ എന്താണ് ഈ angular momentum എന്ന് പറഞ്ഞാൽ? If we are considering a particle of mass m moving about a point O, this is the particle of mass m moving about this point O, and then the angular momentum L is defined as a vector. Vector നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. Angular momentum is a vector which is given by r cross p, where r is the distance of the particle from O. ഒരു പാർട്ടിക്കിൾ m ഈ സർക്കിളിന് ചുറ്റും ഈ സർക്കിളിൽ റൊട്ടേറ്റ് ചെയ്യാണ് അറൗണ്ട് ദിസ് പോയിന്റ് O, and the distance of the particle from O is r. Then it will have a momentum, and this momentum is in this direction. The arrow is shown here. This is the vector p, and the vector angular momentum is given by r cross p, and its direction is perpendicular to both r and p. So for a particle of mass m rotating around a point O, the angular momentum is given by the vector L. L is equal to r cross p, where r is the vector representing the distance of the particle from O, and p is another vector representing the linear momentum. Okay, ഇതാണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് വെക്റ്റർ ആർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഐ എക്സ് പ്ലസ് ഐ ജെ കെ യുടെ ടേംസിലാണ് നമ്മൾ എഴുതുക. ഐ എക്സ് പ്ലസ് ജെ വൈ പ്ലസ് k z, where I, j, k are unit vectors along the x, y and z direction. അപ്പോൾ അതേപോലെ ലീനിയർ മൊമെൻറ്റത്തിനും നമുക്ക് അങ്ങനെ എഴുതാം. I ഇൻറ്റു പി എക്സ് പ്ലസ് ജെ ഇൻറ്റു പി വൈ പ്ലസ് കെ ഇൻറ്റു പി ഇസഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദ ആംഗുലാർ മൊമെൻറ്റം വെക്റ്റർ എൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് I Lx plus J Ly plus K Lz. Okay, and we have another vector L squared, which is given by square of the vector L. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിന് എന്ത് പറ്റും? I സ്ക്വയർഡും J സ്ക്വയർഡും K സ്ക്വയർഡും ഒക്കെ എന്താവും? that will become equal to 1, and what is left behind is Lx squared plus Ly squared plus Lz squared. Okay, ഇനി നമുക്ക് L എന്ന് പറയുന്നത് L can be represented by L is equal to r cross p. Vector L is equal to vector r cross vector p എന്ന് പറയുന്നത് നമ്മളൊരു ഡിറ്റർമിനൻ്റ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡിറ്റർമിനൻ്റ് I j k x y z p x p y p z. ഓക്കെ, അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് I ഇൻറ്റു ബാക്കി ഇത്രയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. I ഇൻറ്റു y ഇൻറ്റു പി സെഡ് മൈനസ് ഇസഡ് ഇൻറ്റു പി വൈ, അത് കഴിഞ്ഞിട്ട് അടുത്ത് പ്ലസ് ജെ ഇൻറ്റു ജെയുടെ കുളത്തിലുള്ളത് ഉപേക്ഷിച്ച് ബാക്കി എഴുതുക. എക്സ് ഇൻറ്റു പി സെഡ് മൈനസ് ഇസഡ് ഇൻറ്റു പി എക്സ് പ്ലസ് കെ ഇൻറ്റു എക്സ് ഇൻറ്റു പി വൈ മൈനസ് വൈ ഇൻറ്റു പി എക്സ്. നമ്മൾ ഡിറ്റർമിനൻ്റ് അങ്ങനെയാണ് എഴുതാറുള്ളത്. I into this y p z minus z p y. ഓക്കെ, ഇനി ജെയുടെ കോളം എഴുതുമ്പം ജെയുടെ ടേംസ് എഴുതുമ്പം ജെയുടെ കോളം വിടുക,
എന്നിട്ട് ബാക്കിയുള്ളത് ജെ ഇൻറ്റു എക്സ് പി സെഡ് മൈനസ് ഇസഡ് പി എക്സ്. അതേപോലെ കെ എഴുതുമ്പോൾ കെയുടെ കോളം മാറ്റിയിട്ട് ബാക്കിയുള്ളത് എഴുതാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. നൗ വി ഹാവ് ആൻ എക്സ്പ്രഷൻ ഫോർ L, vector L, which is I into y pz minus z into I into y pz minus z py plus j into x pz minus z px plus k into x py minus y px. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇതിനെ നമുക്കൊരു ഇക്വേഷൻ എ എന്ന് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 1 and let these be A, B, C and D. Comparing equation 1 with സിയും 1ഉം കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഐയുടെ കോയിഫിഷ്യൻസ് നമുക്ക് കമ്പയർ ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളത് അടുത്ത സ്ലൈഡിൽ എഴുതാം. Lx എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താണെന്ന് നോക്കാം. Lxന് തുല്യമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് y പി സെഡ് മൈനസ് ഇസഡ് പി വൈ. y പി സെഡ് മൈനസ് ഇസഡ് പി വൈ. അതേപോലെ Ly എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഇസഡ് പി എക്സ് മൈനസ് എക്സ് പി സെഡും Lz എന്ന് പറയുന്നത് എക്സ് പി വൈ മൈനസ് വൈ പി എക്സ് എന്നും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നൗ വി ഹാവ് എക്സ്പ്രഷൻസ് ഫോർ Lx, Ly ആൻഡ് Lz. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് എഴുതിയിരിക്കുകയാണ്. വെക്ടർ എൽ, വെക്ടർ ആർ, വെക്ടർ പി. ഇപ്പോൾ വെക്ടർ എൽ എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് പി ആണ്. അത് വെച്ചിട്ട് നമുക്ക് വെക്ടർ എൽ എന്ന് പറയുന്നത് Lx പ്ലസ് ജെ Ly പ്ലസ് കെ Lz എന്നുള്ളത് നമ്മൾ ആർ ക്രോസ് പി ഡിറ്റർമിനൻറ്റ് ഫോമിൽ ചെയ്ത് കഴിഞ്ഞപ്പം Lx, Ly, Lz കിട്ടി. y പി സെഡ് മൈനസ് z പി വൈ ഈസ് Lx. z പി എക്സ് മൈനസ് എക്സ് പി സെഡ് എന്ന് പറയുന്നത് Ly. Lz എന്ന് പറയുന്നത് എക്സ് പി വൈ മൈനസ് വൈ പി എസ് സെഡ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതെല്ലാം ആംഗുലാർ മൊമെൻറ്റം വെക്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് Lx ഉണ്ടാവണം, Ly ഉണ്ടാവണം, Lzഉം ഉണ്ടാവണം അല്ലേ? L cap x, L cap y, L cap z. These are operators. Operator Lx, operator Ly, operator Lz വേണം. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണത് എഴുതുന്നത്? നമ്മൾ ആ ആംഗുലർ മൊമെൻറ്റത്തിനെ സാധാരണ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഫംഗ്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യണം. അതെങ്ങനെയാണ്? പൊസിഷൻ ഇൻറ്റു മൊമെൻറ്റം. അപ്പോൾ ഈ ഫോം എല്ലാം തന്നെ പൊസിഷൻ ഇൻറ്റു മൊമെൻറ്റം രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പൊസിഷൻ്റെത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ y ഇൻറ്റു പി സെഡിൻ്റെ നമ്മുടെ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എച്ച് ക്രോസ് ബൈ ഐ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് മൈനസ് ഇസഡ് ഇൻറ്റു എച്ച് ക്രോസ് ബൈ ഐ പി വൈ എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ വൈ. അപ്പോൾ എൽ വൈ എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഇസഡ് ഇൻറ്റു എച്ച് ക്രോസ് ബൈ ഐ ഡോ ബൈ ഡോ എക്സ് മൈനസ് എക്സ് ഇൻറ്റു എച്ച് ക്രോസ് ബൈ ഐ പി സെഡ് എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ ഇസഡ്. എൽ ഹാറ്റ് ഇസഡ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എച്ച് ക്രോസ് ബൈ ഐ ഡോ ബൈ ഡോ വൈ മൈനസ് വൈ ഇൻറ്റു എച്ച് ക്രോസ് ബൈ ഐ പി എക്സ് എന്ന് പറയുമ്പം ഡോ ബൈ ഡോ എക്സ്. അപ്പോൾ now we have expressions for the x, y and z components of the of the operator L. അപ്പോൾ ഒരു ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ അതിന് 3 കമ്പോണൻസ് ഉണ്ട്, Lx, Ly ആൻഡ് Lz. അപ്പോൾ Lx, Ly ആൻഡ് Lz എന്ന് പറയുന്നതിനെ നമ്മൾ
ആർ ക്രോസ് പി എന്ന ഫോമിൽ എഴുതി കഴിയുമ്പം എൽ എക്സിനും എൽ വൈക്കും എൽ ഇസഡിനും നമുക്ക് എക്സ്പ്രഷൻസ് കിട്ടി. ആ എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഓപ്പറേറ്റർ, കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ എൽ എക്സ്, ആംഗുലാർ മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷൻ, ആംഗുലാർ മൊമെൻറ്റം ഇൻ വൈ ഡയറക്ഷൻ എൽ വൈ, ആംഗുലാർ മൊമെൻറ്റം ഇൻ ഇസഡ് ഡയറക്ഷൻ എൽ ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പറേറ്റേഴ്സ് എഴുതി. ഓപ്പറേറ്റർ എൽ എക്സ്, ഓപ്പറേറ്റർ എൽ വൈ ആൻഡ് ഓപ്പറേറ്റർ എൽ ഇസഡ്. നൗ വി ഹാവ് സെറ്റ് അപ്പ് ദ ഓപ്പറേറ്റേഴ്സ് ഫോർ ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ഈ ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്ററാണ് നമുക്ക് ഏറ്റവും അധികം ക്വാണ്ടം മെക്കാനിക്സിൽ വേണ്ടത്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഓൾജിബ്ര പഠിക്കണം. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞപ്പോൾ നമ്മളൊരു കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇഫ് ടു ഫങ്ഷൻസ് എ ആൻഡ് ബി ഡു നോട്ട് കമ്മ്യൂട്ട്, ദെൻ other operators, two operators A and B do not commute, then there is the commutator operator AB. ഇങ്ങനെ എഴുതുന്നതിനാണ് കമ്മ്യൂട്ടേറ്റർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ദിസ് ഇസ് operator A into operator B minus operator B into operator A, and this is not equal to 0. അപ്പോൾ this is commutator operator. കമ്മ്യൂട്ടേറ്റർ ഓപ്പറേറ്ററിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഓപ്പറേറ്റർ എ കോമ ഓപ്പറേറ്റർ ബി എന്ന് എഴുതിയാൽ ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദ കമ്മ്യൂട്ടേറ്റർ എ ക്യാപ് ബി ക്യാപ് എ ഹാറ്റ് ബി ഹാറ്റ് മൈനസ് ബി ഹാറ്റ് എ ഹാറ്റ്, ആൻഡ് ഇറ്റ് വിൽ നെവർ ബി ഈക്വൽ ടു 0. അപ്പം ഇത് ഉപയോഗിച്ചാണ് നമ്മളിനി ഈ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ പല പ്രോപ്പർട്ടീസും കാണാൻ പോകുന്നത്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ എൽ എക്സ് കമ്പോണൻറ്റിൻ്റെ ഓപ്പറേറ്റർ എൽ എക്സ് ആൻഡ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വൈ കമ്പോണൻറ്റിൻ്റെ ഓപ്പറേറ്റർ എൽ വൈ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൽ എക്സ് എൽ വൈ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ എൽ എക്സ് ഇൻറ്റു ഓപ്പറേറ്റർ എൽ വൈ മൈനസ് ഓപ്പറേറ്റർ എൽ വൈ ഇൻറ്റു ഓപ്പറേറ്റർ എൽ ഇസഡ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ കമ്മ്യൂട്ടേറ്റർ എൽ എക്സ്, ഓപ്പറേറ്റർ എൽ എക്സ് ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ ഓഫ് ഓപ്പറേറ്റർ എക്സ് എൽ എക്സ് ആൻഡ് എൽ വൈ. അങ്ങനെയാണ് നമ്മൾ പറയുക, കമ്മ്യൂട്ടേറ്റർ ഓഫ് ഓപ്പറേറ്റർ എൽ എക്സ് ആൻഡ് ഓപ്പറേറ്റർ എൽ വൈ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഇങ്ങനെ എഴുതും. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റർ എൽ എക്സ് ഇൻറ്റു ഓപ്പറേറ്റർ എൽ വൈ മൈനസ് ഓപ്പറേറ്റർ എൽ വൈ ഇൻറ്റു ഓപ്പറേറ്റർ എൽ ഇസഡ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെറ്റ് സി വാട്ട് ഈസ് ഓപ്പറേറ്റർ എൽ എക്സ് ഇൻറ്റു ഓപ്പറേറ്റർ എൽ വൈ. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.